വെൽക്കം ടു CMR ലേൺ സ്റ്റഫ്. ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൻ്റെ ബ്ലോക്ക് 1 കംപ്ലീറ്റ് ടോപ്പിക്സ് നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്നും പിന്നെ ഓരോ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തും essay ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തും 2 മാർക്സ് വരുന്ന സമയത്തും നിങ്ങൾ എങ്ങനെയാണ് അത് എഴുതേണ്ടത്, അതുപോലെ ഏതെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്, നിങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഒരു റിവിഷൻ സ്ട്രാറ്റജി ആയിട്ട് നിങ്ങളതിനെ ഉപയോഗപ്പെടുത്തുക. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ജസ്റ്റ് ഒരു കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ മതിയാവും. പക്ഷേ നമ്മൾ ഏതെങ്കിലും കാരണം കൊണ്ട് എക്സാമിൻ്റെ അടുത്ത ദിവസങ്ങളായിട്ട് പോർഷൻസ് കംപ്ലീറ്റ് ആണ്, പക്ഷെ നിങ്ങൾക്ക് അത് പഠിച്ചെത്തിയിട്ടില്ല, അങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് എന്ത് പഠിക്കണം എന്നുള്ള ടെൻഷനുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഇത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഈ ഒരു വീഡിയോ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇടയ്ക്ക് വെച്ച് 1-2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് ഫീൽ ചെയ്യും നമുക്ക് ടെക്സ്റ്റ് കാണുമ്പോൾ. അതായത് ഇപ്പോൾ ഒരു ടീച്ചിങ് മെത്തേഡ് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ തിയറി പഠിക്കുന്ന സമയത്തോ അതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ സബ് ഹെഡിങ് എല്ലാം ഒന്നാണ്. അപ്പോൾ നമുക്കിതിനകത്ത് കുറേ എണ്ണം കാണുന്ന സമയത്തുണ്ടാകുന്ന, പെട്ടെന്ന് വായിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു ടെൻഷനാണ്. അത് സാവകാശം മനസ്സിലാക്കി സമാധാനത്തോടെ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിലാക്കലല്ല നിങ്ങൾ എക്സാം അടുത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വായിക്കുന്ന സമയത്തുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അത് ഉപയോഗപ്പെടുത്തിയാൽ മതി. കംപ്ലീറ്റ് വായിച്ച് പഠിച്ച ഒരാൾ ഒരു പക്ഷേ ഈ ഒരു വീഡിയോ ജസ്റ്റ് കേൾക്കാൻ വേണ്ടി മാത്രം ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വായിച്ച് കംപ്ലീറ്റ് ആവാത്ത ഒരാൾക്കൊരു പക്ഷേ ഇത് ഉപകാരമാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അതുപോലെ ആ സംശയങ്ങൾക്കുള്ളൊരു മറുപടി പോലെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 2 മാർക്സിനും 5 മാർക്സിനും 15 മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അക്വിസിഷൻ ആൻഡ് ലേണിംഗ്, ടീച്ചിങ് ആൻഡ് ലേണിംഗ്, അവിടുന്ന് മുതൽ ഇംഗ്ലീഷ് ഫോർ സ്പെസിഫിക് പർപ്പസ് അതുവരെയുള്ള ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം മിക്കപ്പോഴും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 5 മാർക്സിന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 2 മാർക്സിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് അത് 2 മാർക്സിന് വന്നാൽ നമ്മൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അറിയുന്നൊരു കാര്യം നമ്മൾ ഷോർട്ടാക്കി എഴുതുന്നു, അത്രയേ ഉള്ളൂ. അതേസമയം നമ്മൾ 2 മാർക്സിന് വേണ്ടി പഠിച്ചൊരു കാര്യം 5 മാർക്സിന് വന്നു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് എഴുതിയിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം അത് 5 മാർക്സിന് ചോദിച്ചതുകൊണ്ട് ആ ഏരിയ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കണം. പിന്നെ കണ്ടീഷനിങ്, ഇമിറ്റേഷൻ, റീഇൻഫോഴ്സ്മെൻറ്റ്, അങ്ങനെയുള്ള ലാസ്റ്റ് എക്ലെക്റ്റിക് അപ്രോച്ച് വരെയുള്ള ഭാഗങ്ങൾ 2 മാർക്സിന് വേണ്ടി പഠിച്ചാൽ മതിയാവും. കാരണം അത് ടേംസാണ്. നമ്മൾ ഈ ELT പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ടേംസാണ്. അപ്പോൾ ആ ടേംസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് പലപ്പോഴും പല സെൻറ്റൻസും പറയുന്ന സമയത്ത് നിങ്ങൾക്കത് ഇന്നതാണ് പറയുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടേംസുകൾ നിങ്ങൾ 2 മാർക്സിന് പഠിച്ചാൽ മതി. അത് അത്രയും കൂടുതലായിട്ടൊന്നും വായിക്കേണ്ടതായിട്ട് വരില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ അത് 2 മാർക്സ് എന്ന രീതിയിൽ, ടേംസ് എന്ന രീതി, 2 മാർക്സ് എന്നല്ല ടേംസ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം റിവൈസ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ എടുക്കുന്ന ആ ഒരു സമയം അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ പെട്ടെന്ന് ഇതെല്ലാം വായിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു ഉപാധി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ഇതിനെ കാണാം. അപ്പോൾ ഈ കണ്ടീഷനിങ് മുതൽ താഴെ വരെ എക്ലെക്റ്റിക് അപ്രോച്ച് വരെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, നിങ്ങൾക്കതറിയോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ 2 മാർക്സിൻ്റെ ബ്ലോക്ക് 1 2 മാർക്സിൻ്റെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. നെക്സ്റ്റ് നമ്മൾ 5 മാർക്സിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്തും എസ്സേക്ക് പഠിക്കുന്ന സമയത്തും അതിനകത്ത് നിന്നെല്ലാം 2 മാർക്സിന് വരാം. അതിനകത്തുള്ള ചില ചെറിയ പോയിൻറ്റ്സുകളോ തിയറിസ്റ്റിൻ്റെ പേരുകളോ എല്ലാം വരാം. പക്ഷേ നമ്മൾ ഓൾറെഡി അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് 2 മാർക്സ് വന്നാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇതിനധികം വേണ്ടി സമയം എടുക്കണ്ട എന്ന് കരുതിയിട്ടും നിങ്ങൾക്ക് റിവിഷനിൽ ഇത് പെട്ടെന്ന് ഉൾപ്പെടുത്തിക്കോട്ടെ എന്ന് കരുതിയിട്ടുമാണ് ഈ ഭാഗം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ലേണിംഗ് തിയറീസും മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. ഇത് രണ്ടും എസ്സേ വരാൻ ചാൻസ് ഉള്ളതാണ്. എസ്സേ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളിത് കുറച്ച് കൂടുതലായിട്ടും അതിന് വേണ്ടിയിട്ട് സമയമെടുത്ത് സമാധാനത്തോടെ വായിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്.
നിർബന്ധമായിട്ടും ഇത് എസ് എ വരും എന്നല്ല അത് പറയുന്നത്. എസ് എ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒക്കെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഭാഗം വായിക്കുന്ന സമയത്ത് ജസ്റ്റ് വായിച്ചു പോവാതെ കുറച്ചും കൂടിയും നിങ്ങൾക്ക് അത്രയും പോയിൻറ്റ്സുകൾ എഴുതാൻ പാകത്തിന് വായിച്ച് മനസ്സിലാക്കി എക്സാമ്പിൾസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങളത് പഠിക്കാൻ. മാത്രമല്ല അത് ലേണിംഗ് തിയറീസ് എന്ന് പറഞ്ഞാൽ ടോട്ടലി നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം അത് ഒരുമിച്ചൊരു ലേണിംഗ് തിയറീസ് എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ് എഴുതാൻ. ഒരുപാട് പോയിൻറ്റ്സ് അതിനകത്ത് നിന്ന് കിട്ടും. അതേസമയം ചില സമയത്ത് ബിഹേവിയേഴ്സ് മാത്രമായിട്ട് എസ് എ വരാം, അതുപോലെ കോഗ്നിറ്റീവ്സ് മാത്രമായിട്ട് എസ് എ വരാം, അല്ലെങ്കിൽ 5 മാർക്സിന് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു തിയറി വരാം. അങ്ങനെയൊക്കെ മാറ്റി വന്നാലും നിങ്ങൾക്ക് ഈ ഭാഗം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതുപോലെ തന്നെയാണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങും. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, ഓഡിയോ ലിങ്കൽ മെത്തേഡൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോ ഭാഗവും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ടേംസ് എന്ന് പറയുന്നത്, ടേംസ് അല്ല, ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഈ ഒരു ഏതൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാലും, ബിഹേവിയറിസ് ആണെങ്കിലും അതായത് ഏതൊരു ലേണിംഗ് തിയറി ചോദിച്ചു കഴിഞ്ഞാലും, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത് അതിന് തിയറി എഴുതുക, അതുപോലെ റോൾ ഓഫ് ടീച്ചർ, റോൾ ഓഫ് ലേണർ, പിന്നെ അവിടെ ക്ലാസ് റൂമിൽ എവിടെയാണെങ്കിൽ ആ ഒരു സമയത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ക്ലാസ് റൂം ആക്ടിവിറ്റി എങ്ങനെയാണ്, അസസ്മെൻറ്റ് എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ ഔട്ട്കം ബാക്കിയുള്ള കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ളത് നിർബന്ധമായിട്ടും ഇത്രയും പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. ഇത് എല്ലാ ഭാഗത്തും റിപ്പീറ്റ് വരുന്നതാണ്. അതായത് ഇപ്പോൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആണെങ്കിലും, അതുപോലെ ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിലും, ഓഡിയോ ലിങ്കൽ മെത്തേഡ് ആണെങ്കിലും സെയിം ഇത് തന്നെയാണ് വരുന്നത്. പക്ഷേ നമ്മൾ പഠിക്കുന്ന തിയറി വേറെ ആയിരിക്കും. റോൾ ഓഫ് ടീച്ചർ, റോൾ ഓഫ് ലേണർ, മെറ്റീരിയൽസ്, ക്ലാസ് റൂം ആക്ടിവിറ്റി, അസസ്മെൻറ്റ് എല്ലാം ഡിഫറെൻ്റ് ആണെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തേണ്ട പോയിൻറ്റ്സ് ഒന്നായിരിക്കും. ഓക്കെ, അതായത് ഉൾപ്പെടുത്തേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യങ്ങളാണ് അതിനകത്ത് എഴുതേണ്ടത്. പക്ഷേ ഓരോ മെത്തേഡിലും ഓരോ തിയറീസിലും ഇത്തരം കാര്യങ്ങൾ ഓരോന്നിനും വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ, അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ വരാതെ, ഇപ്പോൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് പഠിക്കുമ്പോൾ അതിൻ്റെ തിയറി എന്താണ്, അതിനകത്ത് ആരാണത് കൊണ്ടുവന്നിട്ടുള്ളത്, റോൾ ഓഫ് ടീച്ചർ എന്താണ്, റോൾ ഓഫ് ലേണർ എന്താണ്, ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എഴുതുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ബിഹേവിയറിസ് ആണെങ്കിൽ നമുക്കറിയാം പാവ്ലോവ് ആൻഡ് സ്കിന്നറാണ് തിയറീസ് എന്ന് പറയുന്നത്. സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയാണ് നമ്മളതിനകത്ത് പറയുന്നത്. ഒരു റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ്, അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. ഇനി കോഗ്നിറ്റീവ്സിലേക്ക് പോകുന്ന സമയത്ത് പിയാഗറ്റ്, ബ്രെന്നർ അവരാണ് തിയറിസ്റ്റ്. ഇവിടെ ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ്, ഒരു മെമ്മറി, അതൊക്കെയാണ് അവിടെ നോക്കുന്നത്. അപ്പം തിയറി നിങ്ങൾ നോക്കി പഠിക്കുക. അപ്പം അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഡിഫറെൻ്റ് അല്ലേ പറയുന്നത്. അതുപോലെ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുമ്പോൾ അതിനകത്തിൽ തിയറിസ്റ്റുകൾ ആരൊക്കെയാണ്, അതുപോലെ ഇവിടെ സ്റ്റുഡൻസിൻ്റെ നോളജ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ടീച്ചർ ഇവിടെ ജസ്റ്റ് ഒരു ഗൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോന്നിലും വ്യത്യാസമായിരിക്കും, പക്ഷേ ഓരോന്നിലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മാറാതെ കൺഫ്യൂഷൻസ് ഇല്ലാതെ എഴുതാൻ നോക്കണം. അപ്പോൾ ഇതാണ് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻസ് ഇല്ലാതെ പഠിക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ അത്ര കഴിഞ്ഞു. ഇനി അടുത്തത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, ഓഡിയോ ലിങ്കൽ മെത്തേഡ്. അപ്പോൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗ്രാമർ റൂൾസ് പ്ലസ് വെക്കാബുലറി ട്രാൻസ്ലേഷൻ അതിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ഗ്രാമർ സ്ട്രോങ് ആവും, പക്ഷേ സ്പീക്കിംഗ് സ്കിൽ വരില്ല. അതാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ഇംഗ്ലീഷ് ചിന്തിക്കുക. അതായത് ഇവിടെ മദർ ടങ്ങിന് യാതൊരു പ്രാധാന്യം, അതായത് ഒരു ടീച്ചർ ഒരു വസ്തു കാണിച്ചിട്ട് അത് ഇംഗ്ലീഷിൽ തന്നെയാണ് അത് പറയുന്നത്, മദർ ടങ്ങിന് യാതൊരു പ്രാധാന്യമില്ല. അപ്പോൾ അവിടെ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് അത് ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഓഡിയോ ലിങ്കൽ മെത്തേഡ് വരുന്ന സമയത്ത് ഒരു സ്പീക്കിംഗ് ഹാബിറ്റ് ഫോർമേഷനാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഡ്രിൽസ്, അതുപോലെ റിപ്പീറ്റേഷൻ. ഇപ്പോൾ ഒരു സംഭവം കാണിച്ചു കൊടുത്തിട്ട് അത് റിപ്പീറ്റ് ചെയ്തിട്ട് അങ്ങനെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ മെത്തേഡ്സ് ഉണ്ട്, ടീച്ചിങ് മെത്തേഡ്. അപ്പോൾ അവിടെയൊക്കെ ടീച്ചറിൻ്റെ റോൾ എന്താണ്, അതുപോലെ അതിൻ്റെ തിയറി എന്താണ്, ലേണറിൻ്റെ റോൾ എന്താണ്, എന്തെല്ലാം മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്, ക്ലാസ് റൂം ആക്ടിവിറ്റി ഏതെല്ലാം രീതിയിലാണ്, അസസ്മെൻറ്റ് ഏതൊക്കെ രീതിയിലാണ്, ഇതന്നെയാണ് എല്ലായിടത്തും റിപ്പീറ്റ് വരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും തിയറിക്ക് അനുസരിച്ച് അത് വ്യത്യസ്തമാണ്, അതനുസരിച്ചിട്ട് നിങ്ങൾ എഴുതുക. അപ്പോൾ ബ്ലോക്ക് 1 ലേണിംഗ് തിയറീസും മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങും എസ് ആയിട്ട് കുറച്ച് നന്നായിട്ട് പഠിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ ഇതിൽ നിന്ന് തന്നെ ചെറുതായിട്ടൊക്കെ 2 മാർക്സിന് വരാം, അല്ലെങ്കിൽ 5 മാർക്സിന് വരാം. അപ്പോൾ ഓൾറെഡി എസ് പഠിച്ച ഒരാൾക്ക് അതൊരു വിഷയമല്ല, കാര്യമാവില്ലല്ലോ. ഇനി
ചോംസ്കിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ തിയറിയാണ്. അതിനകത്ത് യൂണിവേഴ്സൽ ഗ്രാമർ വരുന്നുണ്ട്, അതുപോലെ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് അവിടെ. അതും 2 മാർക്സിന് ചിലപ്പോൾ എന്താണ് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്സിന് ചോദിക്കാം. അപ്പോൾ ഈ 5 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോംസ്കിയുടെ കോൺട്രിബ്യൂഷൻസ് വെച്ച് എഴുതിയിട്ട് നിങ്ങൾക്കതിന് പോയിൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഈ ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് ലേണിംഗ് ഔട്ട്കംസ് ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള ഒരു ഫ്രെയിം വർക്ക്. അപ്പോൾ അതിനകത്ത് എന്തെല്ലാമാണ് ആ തിയറിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്, ആരാണത് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരാണ്, പിന്നെ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. അത് മിക്കവാറും 5 മാർക്സിനാണ് ചോദിക്കുന്നുണ്ടാവുക. ഇനി 50 മാർക്സിനെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും എഴുതാനുള്ള പോയിൻറ്റ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 5 മാർക്സിന് എന്ന രീതിയിൽ അതിൻ്റെ തിയറിസ്റ്റുകളും എന്താണ് പറയുന്നത് അത്രയും കാര്യങ്ങളൊക്കെ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവുക. 2 മാർക്സിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് വരുന്ന സമയത്ത് ലിംഗ്വിസ്റ്റിക് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പീറ്റൻസ് ഉൾപ്പെടുത്തിയിട്ട് വേണം എഴുതാൻ. അതുപോലെ ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, ക്രാഷൻസ് മോണിറ്റർ മോഡൽ, ക്രിട്ടിക്കൽ പെഡഗോജി, ഇതെല്ലാം എഴുതുന്ന സമയത്തും നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ അതേ സെയിം കാര്യങ്ങൾ കാണാം. അതായത് നേരത്തെ നമ്മൾ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് പറയുന്ന സമയത്ത് തിയറി, റോൾ ഓഫ് ടീച്ചർ, ലേണർ, മെറ്റീരിയൽ, ക്ലാസ് റൂം ആക്ടിവിറ്റി, അതുപോലെ അസസ്മെൻ്റ് എന്ന് പറഞ്ഞില്ലേ, അതേ പോയിൻറ്റ്സ് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഓരോന്നിനും അനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ സബ് ഹെഡിങ്സ് കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് എല്ലാവരും ഇങ്ങനെ എല്ലാം പഠിക്കണമെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ആ ഒരു സബ് ഹെഡിങ്സിൻ്റെ മേലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എന്ന് തിയറി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് ഓരോന്നിലും ടീച്ചറിൻ്റെ റോൾ എന്താ, സ്റ്റുഡൻറ്റിൻ്റെ റോൾ എന്താ, ലേണറിൻ്റെ റോൾ എന്താ, ഏത് മെറ്റീരിയൽസാണ് അവർ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വായിച്ചാലാണത് മാറാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ബ്ലോക്കിനുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങളിതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും, പഠിച്ചിട്ട് നിങ്ങൾക്കത് ഓർമ്മ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ, നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ വീണ്ടും അത് മനസ്സിൽ കൊണ്ടുവരുന്ന സമയത്ത് മാറാതെ കൺഫ്യൂഷൻസ് ഇല്ലാതെ അത് തരോ ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കാനും, അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ അത്രമാത്രം ഈസി ആവോ ടഫ് ആവോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ആയവർ ഇതൊന്ന് ചെക്ക് ചെയ്യുക. നാളെ ഒരു തവണ റിവൈസ് ചെയ്യുക. 2 ദിവസം കൊണ്ട് ഇതിനടുത്ത് ഒരു ബ്ലോക്കിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചിട്ടുള്ളത് അതുവഴി ഒന്നുകൂടി നന്നായി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം സെക്കൻഡ് ബ്ലോക്കിൻ്റെ ഇതുപോലത്തെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതും നിങ്ങൾ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ എഴുതി നിങ്ങൾക്ക് വലിയ ടെൻഷനൊന്നുമില്ലാതെ എക്സാം എഴുതാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഇങ്ങനൊരു കാര്യം ഇങ്ങനൊരു വീഡിയോ ചെയ്യണം തോന്നിയിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ചില കമൻസിൽ അവരുടെ സംശയങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും, ഇപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഓക്കെ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു സെമിസ്റ്ററിൻ്റെ എക്സാം, നമ്മൾ അടുത്തൊരു എക്സാം വരുമല്ലോ, സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ എക്സാം വരുന്ന സമയത്തും ഇതുപോലെയുള്ള തിയറി ക്ലാസ്സുകളും അതുപോലെ ലിറ്ററേച്ചറിൻ്റെ ക്ലാസ്സുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അതിനകത്ത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ട് ഓക്കെയാണ് തോന്നുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു സെമിസ്റ്റർ എക്സാമിൻ്റെ ടോപ്പിക്സുകൾ അല്ലെങ്കിൽ ലിറ്ററേച്ചർ ക്ലാസ് ആണെങ്കിലും തിയറി ആണെങ്കിലും ഈ ഒരു ഫസ്റ്റ് സെം എക്സാം കഴിഞ്ഞ് വിത്തിൻ 1 വീക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ക്ലാസ് ഫോളോ ചെയ്ത് അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാവർക്കും താങ്ക്സ്. എൻ്റെ അടുത്ത് മിക്കപ്പോഴും ഇങ്ങനെ നമ്മളുടെ ചാനലിൻ്റെ താഴെ കമൻ്റായിട്ടല്ല ആരും പറയാറുള്ളത്. ചാനലിൻ്റെ താഴെ ഞാനൊരു ലിങ്ക് ഷെയർ ചെയ്യാറുണ്ട്. ഒരു പേഴ്സണൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരെനിക്ക് അതിൽ നിന്ന് നമ്പർ എടുത്തിട്ടാണ് പേഴ്സണലി മെസ്സേജ് ചെയ്യാറുള്ളത്. അപ്പോൾ അവരുടെ ആശങ്കകളും അവരുടെ ടെൻഷനും അവരുടെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും ഒക്കെയാണ് പിന്നീട് ഞാൻ വീഡിയോ ചെയ്യാനുള്ളൊരിതുണ്ടായത്. ചിലപ്പോഴെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. നെക്സ്റ്റ് സെമിസ്റ്ററിൻ്റെ എക്സാം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആവശ്യമാണ്, നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം. താങ്ക് യു സോ മച്ച്.